ഗുഡ് മോർണിംഗ് പ്രവീൺ സാറേ. ഇന്നും പ്രണവ് സാറ് ലീവാണോ? ലീവൊന്നുമല്ല, ഇപ്പം തന്നെ കയറി വരൂടെ കിരണേ. പിന്നെ ഇല്ല, വീട്ടിൽ ചെറിയമ്മയ്ക്കാണെങ്കിൽ അവനെയും കൊണ്ടൊന്ന് അമ്പലത്തിൽ പോകണം, എന്തോ വഴിപാടുണ്ടെന്ന്. അതിന് കൂടെ പോയതാ. എന്തായാലും ഒരു 10 മണിയാകുമ്പോൾ ആളെത്തും. പിന്നെ നീ ഇന്നലെ ഇൻ്റർവ്യൂ ചെയ്ത് കയറ്റിയ ആളൊക്കെ ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ അതിൻ്റെ കാര്യമായിരിക്കും കയറി വരുന്ന പാടായി ചോദിക്കുന്നത്. സാറേ, എനിക്ക് അതിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ടെൻഷനുണ്ട്. മൊത്തം 5 വേക്കൻസി ഉള്ളതിൽ 4 പേരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത്. പിന്നെ വേറെ ഒരെണ്ണം മാധവ് സാറിൻ്റെ റെക്കമെൻഡേഷനാണ്. ആ കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല. ഓ യെസ് യെസ്, അച്ഛൻ എന്നോട് രാവിലെ അത് പറഞ്ഞായിരുന്നു. എന്തായാലും ആ കുട്ടീനെ ഇല്ലേ ആദ്യമേ അവൻ്റെ റൂമിലേക്ക് വിടണ്ട, എന്നെ കണ്ടിട്ട് അവൻ്റെ ഓഫീസ് റൂമിലേക്ക് വിട്ടാൽ മതി കേട്ടോ. ആ കുട്ടിയോട് വരുമ്പോൾ തന്നെ എന്നെ കാണണമെന്ന് റിസപ്ഷൻ ലിസ്റ്റിനോടൊന്ന് പറഞ്ഞേക്കണേ. ഓക്കെ സാറേ, ഞാൻ എന്നെങ്കിലും അത് പറഞ്ഞേക്കാം. എങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം CEO സാറിൻ്റെ റൂമിലേക്ക് തന്നെ വിട്ടാൽ പോരെ. ഓക്കെ. പിന്നെ കിരൺ, ഒന്ന് നിൽക്കണേ. പ്രിയേനെ കണ്ടോ? ആ, ക്യാൻറ്റീനിൽ നിൽക്കുന്ന കണ്ടായിരുന്നു. ആ ഓക്കെ കിരൺ, എങ്കിൽ താൻ ചെന്നോ. ആ, കൊള്ളാം. ഇന്നെന്തായാലും ഇത്രയ്ക്ക് മതി. അച്ഛൻ വാങ്ങിത്തന്ന പുതിയ സാരി എന്തായാലും നന്നായിട്ടുണ്ട്. അച്ഛനോട് ഞാൻ പറഞ്ഞതൊന്നും വേണ്ടെന്ന്, എന്നാലും പറഞ്ഞു പട്ടണത്തിലൊക്കെ പോവല്ലേ, അതുകൊണ്ട് അതെല്ലാം കൊള്ളാം. അയ്യോ ഈശ്വരാ, സമയം ഇത്രയായോ, വേഗം ഓടിച്ചെന്ന് പോട്ടെ കേട്ടോ. ഒറ്റയ്ക്കിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണോ നീ? നിന്നോടുള്ള കൂട്ട് ഞാൻ തെറ്റി. അയ്യോ എൻ്റെ പ്രിയെ, എന്നെ വർത്താനോടി നീ പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ഇത്രയും വർഷം ഞാൻ നിൻ്റെ കൂടെ കളിച്ച് വളർന്ന, കൂടെ പഠിച്ചവനല്ലേ. എന്നിട്ട് എൻ്റെ സ്ഥാപനത്തിൽ നിനക്ക് ജോലിയും തന്ന, എന്നിട്ട് നീ കൂട്ടുവെട്ടിയ. കൊള്ളാം, ആ ബോധം നിനക്കുണ്ടല്ലോ അല്ലേ? എന്നിട്ടാണ് നീ എനിക്ക് നൈറ്റ് ഇന്നലെ ഇട്ടത്. എന്നിട്ട് ഇന്ന് എനിക്ക് രാവിലെ പോകാൻ നേരത്ത് വേറെ ഡ്യൂട്ടിയിൽ തന്നേക്കുന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഈ കോഴിക്കുഞ്ഞിനെ ഞാൻ വല്ല ഫ്രൈയും ആക്കും. എൻ്റെ സങ്കടം ഞാൻ എങ്ങനെ പറഞ്ഞു നിന്നെ മനസ്സിലാക്കാനാ? അവൻ തന്ന പെയിൻറ്റിങ് വർക്ക്, അത് പെയിൻറ്റിങ് ഇട്ടെന്ന് പറഞ്ഞാൽ എന്നെ അവൻ കൊല്ലു. അതാ ഞാൻ നിനക്കത് തന്നത്. എന്തായാലും എൻ്റെ പ്രിയ കുട്ടി എനിക്ക് പോയി കിടന്നോ കേട്ടോ. എക്സ്ക്യൂസ് മീ, ഹലോ, ഗുഡ് മോർണിംഗ്. എനിക്ക് ന്യൂ അപ്പോയിൻമെൻ്റ് ആണ്. ആ ഓക്കെ, അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടോ? അതൊന്ന് കാണിക്കാമോ? അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയിട്ടില്ല. ഇവിടെ വന്ന് പേര് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ, എനിക്ക് പിടികിട്ടി. പ്രവീൺ സാറാണെങ്കിൽ ഇപ്പം ക്യാൻറ്റീൻ വരെ പോയേക്കുവാണ്. വെയിറ്റ് ചെയ്യേ, ഞാൻ ഇപ്പം വിളിക്കാം. കിരണേ, ഇനി ലാസ്റ്റത്തെ കുട്ടിയും കൂടെ അല്ലേ ഉള്ളൂ, അമൃതനെയും കൂടെ വിളിച്ചേരെ. സാറേ, അത് പിന്നെ ആ കുട്ടീനെ ആണെങ്കിൽ പ്രവീൺ സാറിൻ്റെ അടുത്ത് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. പ്രവീണിൻ്റെ അടുത്തോ? അതെന്താ സാറേ? അത് പിന്നെ ആ കുട്ടിയാണെങ്കിൽ മാധവ് സാറിൻ്റെ റെക്കമെൻഡേഷനാണ്. എക്സാം എഴുതി പാസ്സായിരുന്നു, ബട്ട് പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തിയില്ല. മാധവ് സാറ് അത് കയറ്റിക്കോളാൻ പറഞ്ഞു, അതുകൊണ്ടാണ്. കിരണേ, ഈ കമ്പനിയുടെ സിഇഒയുടെ പേര് പ്രണവ് എന്നല്ലേ? അന്നേരം അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് എന്താ ആദ്യമേ പറയാതിരുന്നത്? സോറി സാർ. അമൃതയെ വിളിച്ചോണ്ട് വാ. ദേ അത് നോക്കിക്കേ, അവിടെ ഒരു പെൺകുട്ടി. അത് കൊള്ളാമല്ലോ, സാരിയൊക്കെ കൊടുത്ത് നമ്മുടെ ഓഫീസിലാണ്. കണ്ടിട്ട് ഇത് പട്ടിക്കാട്ടിൽ നിന്ന് വന്ന പോലെ ഉണ്ടല്ലോ. അമ്മൻ ഒന്ന് നിർത്തടാ, വാ നമുക്ക് സമയം കയറിപ്പോവാൻ. അവരെന്താ അങ്ങനെ പറഞ്ഞേ? അച്ഛൻ വാങ്ങി തന്നാണല്ലോ, നന്നായിട്ട് തന്നെയല്ലേ ഇരിക്കുന്ന. അമൃത, അമൃത, ഞാൻ തന്നെ എത്ര നേരമായി വിളിക്കുന്നത്? എന്തായാലും ചെന്നിരിക്കോ, വാ.
കുറഞ്ഞു പോയോ? വേറെ എന്തെങ്കിലും ജ്യൂസ് ആക്കണോ? വേണ്ട, പാവയ്ക്ക ജ്യൂസ് നല്ല ബെസ്റ്റാ. പ്രവീണേ, മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാറായി. വാ, ഹാളിലേക്ക് പോവാം. ഏട്ടൻ ഇവിടെ ഇരിക്കുമായിരുന്നു. ഇന്ന് കുറച്ച് പാൽപ്പായസ നമ്മുടെ കണ്ണൻ്റെ പേര് കഴിപ്പിച്ചതാ. അവനെ കൊണ്ട് പോകാൻ പറ്റ പാടേ. അത് ഞാനും ആലോചിച്ചായിരുന്നു, എന്നാ പറഞ്ഞു നീ അവനെ കൊണ്ട് പോയെന്ന്. ഞാൻ അപേക്ഷിച്ച് നോക്കി, ഏറ്റില്ല. ലാസ്റ്റിൻ്റെ കണ്ണീരിലത് വീണു, അത്രയേ ഉള്ളൂ. ഓഫീസിലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ടോടാ? അതോ ഇന്ന് ലീവാണോ? ആ, ഏട്ടൻ റെഡിയായോ? എങ്കിൽ പിന്നെ ഞാനും വരുന്നുണ്ട്. ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം തന്നെ വന്നേക്കാം. നീ പയ്യെ വന്നാൽ മതിയടാ. തിരക്കൊന്നുമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. മീറ്റിംഗ് അല്ല, അമൃതമോളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ. വില്ലേട്ടാ, അത് പിന്നെ ആരാ ഈ അമൃത? ഇതുവരെ ഇങ്ങനെ ഒരു പേര് പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. നീതു, അത് പിന്നെ ആ കുട്ടീനെ നിനക്ക് അറിയാൻ വഴിയില്ല. ഞങ്ങളുടെ കൂടെ കളിക്കൂട്ടുകാരനായ സേതു എന്ന് പറഞ്ഞ ഒരാളുടെ മോളാണ്. അത് നമ്മളുടെ തറവാട്ട് വീട്ടിലെ ആ ഭാഗത്ത് അവരുടെ വീട്. പിന്നെ ഞങ്ങളുടെ കൂടെ കളിച്ച് വളർന്നതാ. പിന്നെ ഞങ്ങൾ ഒരു കോളേജിലൊക്കെ ആയിരുന്നു. പെട്ടെന്ന് അവൻ്റെ അച്ഛൻ്റെ മരണമൊക്കെ കാരണം അവൻ പഠിത്തം നിർത്തിയതാ. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു. ആണോ? ഓക്കെ വില്ലേട്ടാ, ഇതുവരെ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഞാൻ നിങ്ങൾ അടുക്കളയിലേക്ക് ചെല്ലട്ടെ കേട്ടോ. ശരി. ആള് നല്ല തിരക്കിട്ട് ജോലിയിലാണല്ലോ. എന്തായാലും പോവല്ലേ, പറഞ്ഞിട്ട് പോയേക്കാം. അമൃതേ, ഞാൻ ഇറങ്ങുവാണേ. എൻ്റെ നവേഴ്സ് കഴിഞ്ഞു. ആണോ? പ്രിയച്ചി ഇറങ്ങുവാണോ? പിന്നെ പ്രിയച്ചി, എനിക്ക് ഹോസ്റ്റലൊന്നും ശരിയായില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ആണോ? എങ്കിൽ നീ ഇറങ്ങാകുമ്പോൾ എന്നെ വിളിക്കേ, ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വരാം. എൻ്റെ റൂമിലൊരു വേക്കൻസി ഉണ്ട്. എൻ്റെ റൂംമേറ്റ് ആണെങ്കിൽ വേറൊരു സ്ഥലത്ത് ജോലി കിട്ടി പോയതാണ്. അപ്പോൾ ശരിയാക്കാം. പ്രിയ ഇറങ്ങുവാണോ? അമൃത, ദേ പ്രണവ് സാർ ക്യാബിനിലേക്ക് വിളിക്കുന്നുണ്ട്. എന്തിനാണാവോ? സർ, മേ ഐ കം ഇൻ? യെസ്. അമൃത, കയറി വാ. ഞാൻ തന്ന ഫയൽ ചെക്ക് ചെയ്തോ? ലഞ്ച് ബ്രേക്കിന് പോലും പോകാതെ അവിടെ നിന്ന് ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ വിളിച്ചത്. ഇങ്ങോട്ട് വാ. സാർ, അത് കുറച്ചും കൂടി ഉണ്ട്, ഇപ്പം തീരും. ബ്രേക്കിൻ്റെ സമയത്ത് ഇങ്ങനെ ധൃതി വെച്ച് നോക്കേണ്ട ഫയലൊന്നും അല്ല അമൃത. പിന്നെ എൻ്റെ എംപ്ലോയീസിൻ്റെ ഹെൽത്ത് എൻ്റെ ഒരു ശ്രദ്ധ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് ജ്യൂസോ? അതൊന്നും വേണ്ട സാർ. ആരോഗ്യത്തിന് നല്ലതായി പാവയ്ക്ക ജ്യൂസ്. അതുകൊണ്ട് അമൃത ഇതങ്ങ് കുടിച്ചോ. ഞാൻ അമൃതനെ കുടിപ്പിക്കുന്നെങ്കിൽ അത് നല്ലതിനാവത്തില്ല. അമൃത സ്വന്തമായിട്ട് കുടിച്ചാൽ അത് നല്ലതാ. അപ്പം കുടിക്കടി. എടാ പ്രവീനെ, കുറച്ചും കൂടെ കഴിയടാ. ഇതെങ്കിലും നീ തീരെ മെരിഞ്ഞങ്ങ് പോവുകയാണല്ലോ. പിന്നെ ഒരു കാര്യം, നമ്മുടെ അമ്മൂനെ കണ്ടായിരുന്നോ? ഞാൻ കുറേ നാളായി കുട്ടീനെ കണ്ടിട്ട്. പ്രിയയുടെ കൂടെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ആരാടാ അമ്മു? നീ അറകരി കിടന്ന് പറയുന്നത്? അയ്യോ മോനെ, അത് അറിയത്തില്ലേ, നമ്മുടെ ഓഫീസിൽ ന്യൂ ജോയിനി. പെണ്ണോ? അവനത്ര പിടിക്കാൻ ചാൻസ് കുറവാണ് എൻ്റെ അമ്മേ. അവനെ കൊണ്ട് പാവയ്ക്ക ജ്യൂസ് കുടിപ്പിക്കണം നമ്മളോട് പറഞ്ഞു. ഇവന് ഭയങ്കര ദേഷ്യമാണ്. പോയി തിരക്കി നോക്ക് ആര് കുടിച്ചെന്ന്. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അതെ, നീ പോയി അവളോട് തിരക്കി നോക്ക് ആരാ പാവയ്ക്ക ജ്യൂസ് കുടിച്ചാന്ന്. അത് പറഞ്ഞതാ. അപ്പോൾ അവളെ കൊണ്ട് നീ പാവയ്ക്ക ജ്യൂസും കുടിപ്പിച്ചോ? ദുഷ്ടൻ. ശരി അച്ഛാ, ഞാൻ നീ പിന്നെ വിളിക്കാമേ. ഇത് ആരുമായിട്ടായിരുന്നു? അച്ഛനായിരുന്നോ? അച്ഛനെ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ അമൃതയ്ക്ക്. സ്വന്തം അച്ഛനെ ആർക്കാ പ്രിയേച്ചി ഇഷ്ടമല്ലാത്ത? എനിക്കെൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. മുന്നും പിന്നെ ഞാൻ നോക്കത്തില്ല. പിന്നെ എനിക്കിവിടെ നന്നായിട്ട് പഠിപ്പിച്ചതും പിന്നെ ഈ സ്ഥാപനത്തിൽ ജോലി വാങ്ങിച്ചിരുന്നതും എല്ലാം എൻ്റെ അച്ഛനാണ്. പറഞ്ഞ പോലെ പ്രിയേച്ചി വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്കാരുമില്ല. ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു. എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ പ്രണവ് സാറിൻ്റെ അച്ഛനും അമ്മയുമാണ്. അയ്യോ സോറി ചേച്ചി, എനിക്കറിയത്തില്ലായിരുന്നു. എന്തായാലും ചേച്ചി വിഷമിക്കേണ്ട. ചേച്ചിയുടെ അനിയത്തി കൂട്ടിയായിട്ട് ഞാനുണ്ടല്ലോ. പിന്നെ എന്നെ ഈ അമൃത അതിങ്ങനെ നീട്ടി വിളിക്കേണ്ട കേട്ടോ. എന്നെ അമ്മൂന്ന് വിളിച്ചാൽ മതി. എനിക്കതാ ഇഷ്ടം. എന്നോട് അടുപ്പമുള്ള എല്ലാവരും എന്നെ അമ്മൂന്നാണ് വിളിക്കുന്നത്.
നീ പറഞ്ഞു വരുന്ന പാവയ്ക്ക ജ്യൂസ് നീ കുടിച്ചെന്നാണോ? ആ അതല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ബെസ്റ്റ് ആദ്യത്തെ ദിവസത്തിന് 8ന്റെ പണി. ഇതേ പ്രിയച്ചി ചിരി നിർത്തുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഏട്ടോ അമൃതേ, ഇതൊക്കെ കേട്ട പിന്നെ ആരും ചിരിക്കട്ടെ. താൻ സാറിന് മുമ്പ് വെച്ച് തന്നെ അങ്ങനെ പറഞ്ഞല്ലോ. ചോദിക്കണേ അങ്ങനെ 3 നിർത്തിക്കോ. ഞാൻ എൻ്റെ സങ്കടം ഇവിടെ ഒന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും ചിരി. നോക്കിക്കേ, ഇതിന് ഞാൻ അയാളെ ഒരു പാഠം പഠിപ്പിക്കും. അയാളെ ആ സീറ്റിൽ നിന്ന് ഇറക്കി ലാസ്റ്റ് ഞാൻ CEO ആയിട്ടിരുന്നിട്ട് അയാളെ പണിയെടുപ്പിക്കും. കിരൺ, വെർ ഇസ് മൈ ഷെഡ്യൂൾ? നീ ഇവിടെ ലൂസ് ടോക്ക് പറഞ്ഞോണ്ടിരുന്നോ? ഇങ്ങോട്ട് വാ. ദൈവമേ, കടുവ കേട്ട് കാണോ പ്രവീണേട്ടാ? അത് പിന്നെ ഉറപ്പല്ലടി, അവന് നല്ല ഉഗ്രം കേൾവി ശക്തിയാ. ഓ, ഈ സമരത്തിന് കേട്ട് കാണില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൂടെ? എൻ്റെ പൊന്ന അമ്മക്കുട്ടിയെ, അടുത്ത പണി നിനക്കായിരിക്കും വരുന്നത്. എനിക്കതിൽ ആശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. ഗുഡ് മോർണിംഗ് പ്രവീൺ സാറേ. അമൃത എന്ന് പറഞ്ഞ സ്റ്റാഫിനോട് പ്രണവ് സാറിനെ കാണാൻ പറയാൻ പറഞ്ഞു കേട്ടോ. ആ ഗുഡ് മോർണിംഗ്. താൻ ചെല്ല്, അമൃത ഈ നിൽക്കുന്നുണ്ട്. അമൃത ചെന്നോളൂ. എൻ്റെ ദൈവമേ, എന്നെ കാത്തോണേ ഈശ്വരാ. വന്നോ? ഞാനോർത്ത് എന്തോ വരം വൈകുന്നെന്ന്. പുതിയ CEO മാഡം. സോറി സർ, ഞാനത് അപ്പോഴത്തെ ദേഷ്യത്തിന്. ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ വായിത്തോന്നൊക്കെ വിളിച്ച് പറയുവാണ് ചെയ്യേണ്ടത് അമ്മു? എന്താടി ഇങ്ങനെ അന്തം വിട്ട പോലെ നോക്കുന്ന? നിന്നെ അവരെല്ലാവരും അങ്ങനെയല്ലേ വിളിക്കുന്നത്? ഇതൊരു ഓഫീസാണ്, അവിടെ ചെല്ലപ്പേര് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ അങ്ങനെ വിളിച്ചത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്ന ഫയല് അത് ക്ലിയർ ചെയ്തെങ്കിൽ അത് എടുത്തോണ്ട് വാ. എടാ പ്രണവേ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഈ പ്രാവശ്യത്തെ വേൾഡ് ബിഗ്ഗസ്റ്റ് ഫാഷൻ വീക്കിൽ നമുക്കും നമ്മുടെ കമ്പനീനെ റെപ്രസെൻ്റ് ചെയ്തൊരു റെപ്രസെൻറ്റേറ്റീവിനെ ഇറക്കാൻ പറ്റും. ദേ സെലക്റ്റഡ് അവർ പ്രോജക്റ്റ് ആൻഡ് ഡിസൈൻ. ദാറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ്. ഞാൻ ഇത്ര നാൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നീ ഒരു കാര്യം ചെയ്യുക, നാളെ വൈകിട്ട് മാൻഷനിൽ നമ്മുടെ എംപ്ലോയീസിനെല്ലാവർക്കും ഒരു പാർട്ടി കൊടുക്കാം. ഇങ്ങനെ ചേച്ചി സംസാരിക്കാനൊക്കെ അറിയുമോ? കഴിഞ്ഞോ നോക്കി? ഞാൻ പറഞ്ഞിട്ട് നീ ഇവിടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുവാണോ? പോയി ആ ഫയൽ എടുത്തോണ്ട് ഇങ്ങോട്ട് വാടി. കൺഗ്രാറ്റ്സ് മോനു. ഞാനാണെങ്കിൽ കോർട്ടിലിരുന്നപ്പോൾ അച്ഛൻ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നു. എനിക്കെന്തായാലും നിന്നെ വിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചെറിയൊരു കേസിൻ്റെ ഹിയറിങ്ങും ഒക്കെ നടക്കുന്നതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് ഫേവറേറ്റ് സ്ട്രോബെറി കേക്ക്. താങ്ക് യു സോ മച്ച് അമ്മേ. പിന്നെ നാളെ ആണെങ്കിൽ ഓഫീസിലെ എംപ്ലോയീസിനെല്ലാവർക്കും കൂടെ മാൻഷന് വെച്ചൊരു പാർട്ടി ഉണ്ട്. അമ്മയ്ക്ക് ലീവ് എടുക്കാൻ പറ്റുമോ? അതിനിപ്പോൾ എന്താ കാണാ, ഞാൻ എൻ്റെ വർക്കൊക്കെ ജൂനിയേഴ്സിനെ പറഞ്ഞ് ഏൽപ്പിച്ചേക്കുക. ആ, നീ എത്തിയോ നീതോ? ഞാനാണെങ്കിൽ നിനക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഏട്ടന്മാരാണെങ്കിൽ 2 പേര് കഴിച്ചിട്ട് പോയി. നീ ഇരിക്കേ. പിന്നെ ഹോബി, ഞാനൊരു കാര്യം 2-3 ദിവസമായിട്ട് നിന്നോട് ചോദിക്കണമെന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രിയയില്ലേ, ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയല്ലേ നോക്കുന്നത്? ഇതേ പോത്തുപോലെ വളർന്ന ഇവൻ്റെ പ്രായമില്ല ആ കുഞ്ഞിന്. അപ്പം നമുക്ക് ആ കുഞ്ഞിന് കല്യാണമൊക്കെ ആലോചിക്കണ്ടേ? നീതു, അതിനെപ്പറ്റി ഞാനും ആലോചിക്കാറുണ്ട്. എൻ്റെ പ്രവീണിൻ്റെ പ്രായം ഉണ്ടല്ലേ കുഞ്ഞിന്. അത് പ്രിയയുടെ കല്യാണം ശരിയാ, ഞാനത് ഏട്ടനോട് സംസാരിക്കാം അതിനെപ്പറ്റി. മറ്റു വല്ല മാട്രിമോണിയൽ സൈറ്റിലിടുവോ അല്ലെങ്കിൽ നമുക്ക് പരിചയത്തിലുള്ള ആരുടെയെങ്കിലും നോക്കാം അല്ലേ? ഹോബി, അതിനെല്ലാം മുമ്പ് നീ ആദ്യം പ്രിയോട് ചോദിക്കണം. പ്രിയയുടെ മനസ്സിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമല്ലേ. ആ, നീ നിർത്തിയോടാ? ആ മതി, വിശക്കുന്നില്ല, ഞാൻ പോവാം. എന്താടാ നിന്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ? നിനക്ക് അവളോട് പോലെയുള്ള ഇഷ്ടം അവൾക്ക് നിന്നോടുണ്ടോ എന്ന് ചോദിച്ചോ? നീ ഇതെന്തൊക്കെയാ കണ്ണ പറയുന്നത്? ഞാനോ? ആറ് കാര്യം? എടാ പന്നി, നിനക്കൊന്നും അറിയാത്ത പോലെ അഭിനയിക്കണ്ട കേട്ടോ. ഞാൻ പ്രിയയുടെ കാര്യമാണ് ചോദിച്ചത്. അല്ലെങ്കിൽ അവളെ ആൺപിള്ളേർ പോയി കെട്ടിക്കൊണ്ട് പോവും. അതുകൊണ്ട് നീ അവളോട് പോയി ചോദിച്ചോന്ന്. ഇതുവരെ ചോദിച്ചില്ല, അങ്ങനെയുള്ള സാഹചര്യം ഒത്തു വന്നിട്ടില്ല, അതാ. ഓഹോ, ഇത്ര നാളും ചക്കര അടയം പോലെ നടന്നിട്ട് ഇതുവരെ നിനക്ക് ആ സാഹചര്യം ഒത്തു വന്നിട്ടില്ലേ? നീ എന്തായാലും പോയി ചോദിക്കേ. അവളെ യെസ്സാ പറയുന്നെങ്കിൽ എന്തിനും ഞാൻ നിൻ്റെ കൂടെ കാണും. നാളെ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ പോരാളി അവളെ വേറെ ആളെ കൊണ്ട് കെട്ടിക്കും. എടാ പിന്നെ നീ അമ്മോനെ കുറച്ച് നേരം ഒന്ന് മാറ്റി നിർത്തണം. ഓ, ഇനി ആ കുരിപ്പ്.
ഒരു കാര്യം ചെയ്യേ, നാളെ ഇവിടെ പാർട്ടിയല്ലേ വൈകിട്ട്, രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നന്നായിട്ടാണോ ചെയ്യുന്നതെന്ന് നോക്കാൻ ഒരാൾ വേണ്ടേ. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ ഓഫീസിൽ വരുന്നില്ല. നീ ആണെങ്കിൽ പ്രിയോട് കാര്യം പറ. പിന്നെ അമൃതേനെ ആണെങ്കിൽ ഫയലായിട്ട് ഇങ്ങോട്ട് വിട്. ഞാൻ ഇവിടെ നിന്ന് ഫയലൊക്കെ ചെക്ക് ചെയ്തോളാം. അന്നേരം അമൃതം മാറി നിൽക്കുമല്ലോ. ഓ, അത് നല്ല അടിപൊളി ഐഡിയ. അത് ഞാൻ നാളെ അമ്മോനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. പ്രവീണെ, ഇതേതാണ് പുതിയ ക്ലയൻറ്റ്? നമുക്ക് അമ്മോനെ കൂടെ വിളിക്കായിരുന്നു. ഇതാകുമ്പോൾ എനിക്ക് ബോറടിക്കുന്നു. എൻ്റെ പൊന്നു പ്രിയ, അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. നീ വേഗം നടക്ക്. നമുക്കാണെങ്കിൽ വൈകുന്നേരം നമുക്ക് തിരിച്ച് വരേണ്ടതാണ്. ആ അമൃതേ, വന്നിരിക്കടോ. നമ്മുടെ പ്രവീൺ സാറാണെങ്കിൽ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനാണെങ്കിൽ പ്രീവിയായിട്ട് പോയിക്കുക. പിന്നെ പ്രണവ് സാറാണെങ്കിൽ ഇത് വരുന്നില്ല. ഇന്ന് വൈകിട്ട് ആണെങ്കിൽ അവിടുത്തെ നമ്മൾക്ക് പാർട്ടി അറേഞ്ച് ചെയ്തേക്കുമല്ലോ, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ. അതുകൊണ്ട് എനിക്ക് ഇന്ന് ഓഫീസ് ഇൻചാർജ്. പിന്നെ കുറച്ച് ഫയലൊക്കെ ആയിട്ട് പ്രണവ് സാറിൻ്റെ മാൻഷനിലേക്ക് പോകേണ്ടി വരും. സാർ അവിടെ വെച്ച് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അയ്യോ സാർ, ഞാൻ പോണോ? എൻ്റെ പൊന്നമൃത, പ്രണവ് സാർ പിടിച്ച് തിന്നത്തൊന്നുമില്ല. ഇപ്പം വണ്ടി വരും. താൻ ഈ ഫയലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ചെല്ലേ. എടാ നോക്കിക്കേ, ആ നടന്നു വരുന്ന ആളെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ? ആഹാ, എന്തായാലും ഞാനൊന്ന് മുട്ടി നോക്കിയിട്ട് വരാം കേട്ടോടാ. അയ്യോ സോറി, ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ കണ്ടായിരുന്നു. എന്താ അവിടെ? അമൃത, പോകാൻ ടൈം ആയില്ലേ? ഡ്രൈവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചു. താഴേക്ക് ചെല്ലേ. നിനക്ക് ഞാൻ വർക്കാണെങ്കിൽ അസൈൻ ചെയ്ത് തന്നതല്ലേ, അതിന് നീ ആദ്യം ശ്രദ്ധിക്കുക. അല്ലാതെ ഇപ്പോൾ പോയ ആളിൽ ശ്രദ്ധിക്കേണ്ട കേട്ടോ. എന്താടാ നീ പെട്ടെന്ന് ഇവിടെ വണ്ടി നിർത്തിയേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടി നിർത്തിയത്. ഇന്ന് നമ്മളൊരു മീറ്റിങ്ങിന് പോകുന്നുമല്ല. വീട്ടിലാണെങ്കിൽ എനിക്കൊരു കല്യാണാലോചനയൊക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിനക്കും നോക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം നിൻ്റെ ഗാർഡിയൻ ഇപ്പം എൻ്റെ അച്ഛനും അമ്മയാണല്ലോ. എനിക്ക് കൂടുതൽ ഡെക്കറേഷനും ഒന്നും വശമില്ല. അതുകൊണ്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചോദിക്കുക, പ്രിയ, എനിക്കിതിന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. നിൻ്റെ അഭിപ്രായം എന്താ? പ്രവീൺ, നീ ഇതെന്തൊക്കെയാണ് പറയുന്നത്? ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ, ഞാൻ അവരോട് നന്ദികേട് കാണിക്കുന്ന പോലെ ആകത്തില്ലേ? ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം അതല്ലല്ലോ പ്രിയ. നിനക്ക് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? എൻ്റെ കൂടെ മുന്നോട്ടുള്ള ഒരു ജീവിതത്തിനോട് നിനക്ക് ഇഷ്ടമാണോ? ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. പ്രവീൺ, അത് പിന്നെ എനിക്കിതിനെ വലിയ ഇഷ്ടമാണ്. എൻ്റെ ജീവനാ പ്രവീൺ. ഓക്കെ, അത് മതി എൻ്റെ പ്രിയ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. നീ എൻ്റെ കൂടെ നിന്നാൽ മതി. നീതു, ഞാൻ ഇറങ്ങുവാണ്. അത്യാവശ്യമായിപ്പോയിട്ടാ. ഓക്കെ ഏട്ടാ, എന്തായാലും പോയിട്ട് വാ. പിന്നെ വൈകിട്ടത്തെ ഫംഗ്ഷന് മുമ്പ് തന്നെ എത്തിക്കണം കേട്ടോ. ഇപ്പൊ പോയതാരാ? ഈ നിൽക്കുന്നതാരാ? എൻ്റെ ദൈവമേ, ഈ കുട്ടി ആരാ? എന്താ ഇവിടെ നിൽക്കുന്നത്? ആരെങ്കിലും അന്വേഷിച്ച് വന്നതാണോ? അയ്യോ നീതു മാഡം, ഇതാണെങ്കിൽ ഓഫീസിലുള്ളതാ. ഞാൻ സാറ് പറഞ്ഞു ഈ കുട്ടീനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരാൻ. എന്തോ അത്യാവശ്യം ഉണ്ട്, അന്നേരം വർക്ക് ഇവിടെ വെച്ച് തീർക്കാനെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പം അവൻ വർക്കൗട്ട് ചെയ്യുമായിരിക്കും. എന്തായാലും കുട്ടി മേളിലേക്ക് കയറി ചെന്നിട്ട് സ്റ്റെയർ കയറി മേളിലേക്ക് കഴിയുമ്പോൾ വലത്തുവശത്താണ് രണ്ടാമത്തെ റൂം. പോയോ? ഇവിടെയുള്ളവർക്കൊക്കെ എന്താ ഇത്ര ഗൗരവം? അതോ സാറിൻ്റെ അമ്മ വിളിയാണെന്ന് തോന്നുന്നു. എക്സ്ക്യൂസ് മീ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഞാൻ ചോദിച്ചത് കിട്ടില്ല, നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതിവിടെ താഴെ ചോദിച്ചപ്പം മാഡം പറഞ്ഞു സാറ് ഇവിടെയുണ്ടെന്ന്. ഈ റൂമ് പറഞ്ഞത്. അത് ഈ റൂമിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, എൻ്റെ റൂമിൻ്റെ അപ്പുറത്തുള്ള ഓഫീസ് റൂമിൻ്റെ കാര്യമാണ്. സ്റ്റാഫല്ലേ, അവിടെ പോയി വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം വരുന്നു. ആണോ? സോറി സാർ, ഞാൻ ഈ അവിടെ പോയി വെയിറ്റ് ചെയ്യാം.
എന്ത് നോക്കി കിടക്കുക, എഴുന്നേറ്റ് മാറി. Damn it. ഞാൻ പറയുന്ന പോയിന്റ്സ് തന്നെയാണല്ലോ നീ എഴുതുന്നതല്ലേ? കറക്റ്റായിട്ട് നോട്ട് ചെയ്തോ. അതിങ്ങനെയും കൊണ്ടുകൊണ്ടിരിക്കാതെ ഇതും കൂടെ എഴുതടി. ഈശ്വരാ, എൻ്റെ മനസ്സൊക്കെ കൈവിടുന്നുണ്ടല്ലോ. ഹലോ ഗായ്സ്, ഞാനെത്തി. അച്ചോടാ, എൻ്റെ അമ്മൂൻ്റെ മുഖം എന്നെ ഇപ്പോൾ പൊട്ടിത്തെറിക്കാറായി മിസൈൽ പോയിട്ടിരിക്കുന്നത്. എന്നെ പറ്റി കണ്ടിട്ട് പ്രണവ് സാർ നല്ല എട്ടിൻ്റെ പണിയെ കൊടുത്തേക്കുന്നത് തോന്നല്ലോ.